അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു കാശ്മീർ വ്ളോഗ് ഡേ 3. പതിവ് പോലെ രാവിലെ എണീച്ച് കാശ്മീരിലെ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി ഒരുപാട് ലയർ ഡ്രസ്സും ധരിച്ച് ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി താഴെ ഇറങ്ങി. ആസ് യൂഷ്വൽ ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ തണുപ്പത്ത് നല്ല ചൂട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയുമ്പോഴൊക്കെ ഞങ്ങളെ ഗൈഡ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളെ യാത്ര എവിടേക്കാണ് നിങ്ങൾക്ക് ഓൾറെഡി തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. യെസ്, ഇറ്റ്സ് പെഹൽഗം, എ പോപ്പുലർ ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ കാശ്മീർ. And it's also commonly referred to as Shepherd's Valley and also famous for the Apple Valley. There are lots of pine trees, crystal clear lakes and sprawling meadows. പെഹൽഗമിലെ ആപ്പിൾ വാലി കാശ്മീരിൻ്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മനോഹരമായ സ്ഥലം തന്നെയാണ്. എന്നാൽ ഈ മഞ്ഞ് വീഴുന്ന സമയത്ത് ആപ്പിൾ വാലിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. കാരണം ആപ്പിൾ പിടിക്കുന്ന ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ ടിൽ നവംബർ വരെയാണ് അവരുടെ സീസൺ ടൈം. സോ ആ സമയത്ത് വരാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ ആ ഭംഗിയൊക്കെ ആസ്വദിക്കാനാവും. ആപ്പിൾസ് നമ്മൾക്ക് പറിച്ച് അവിടെ നിന്ന് തന്നെ കഴിക്കാനൊക്കെ പറ്റും. പക്ഷേ ഇപ്പം ആപ്പിൾസ് ഒന്നുമില്ല, ജസ്റ്റ് ആ ട്രീസൊക്കെ സ്നോയിൽ ഇങ്ങനെ കവേർഡായി കിടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം പെഹൽഗത്തിൻ്റെ ബോർഡർ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര മുഴുവൻ രണ്ട് സൈഡിലും ആപ്പിൾ വാലീസ് കൊണ്ട് നിറഞ്ഞു കിടക്കായിരുന്നു. ഞങ്ങൾ ഡ്രൈവർ അങ്ങനെ ഇടയ്ക്കൊരു ഷോപ്പിൻ്റെ അടുത്ത് കാറ് നിർത്തി കേട്ടു. അപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അവർ ആപ്പിളിൻ്റെ എല്ലാ ട്രീസിലും ഒറിജിനൽ ആപ്പിൾസ് ഇങ്ങനെ കൊമ്പിൽ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പം ടൂറിസ്റ്റുകൾക്ക് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ എന്നൊരു ഇതിലായിരിക്കണം. കാരണം അവിടെയുള്ള ഓരോ ഷോപ്സിൻ്റെ അടുത്തുള്ള ട്രീസിലും അവരിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് മൊത്തം സീസൺ ടൈമിൽ ഒരുപാട് ആപ്പിൾസ് പിടിക്കുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് അതില്ലാത്തതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അവിടെ നല്ല ഫ്രഷ് ആപ്പിൾ ജ്യൂസൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ കുറേ പേര് അവിടെ റാബിറ്റ്സിനെ കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമുക്ക് കയ്യിലെടുത്ത് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കാം. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ പോയത് ഒരു ഷോപ്പിലേക്കാണ്. ഇവിടെ നമുക്ക് നല്ല ഒറിജിനൽ സാഫ്രോൺസും ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും പിന്നെ സാഫ്രോൺസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഒക്കെ കിട്ടും. പിന്നെ കാശ്മീർ ആരെ ഫേമസ് ഖൗവ. ഇറ്റ്സ് എ ട്രഡീഷണൽ ഡ്രിങ്ക് ഓഫ് ദം ആൻഡ് ഇറ്റ്സ് ബ്ലെൻഡ് വിത്ത് സ്പൈസസ്, നട്ട്സ് ആൻഡ് സംടൈംസ് ഡ്രൈ ഫ്രൂട്ട്സ്. കാശ്മീരിൽ പോയ ഖൗവ അടിക്കാതെ ആരും തിരിച്ചു വരില്ല, കാരണം ദാറ്റ്സ് വെരി ഫേമസ്. Every flower has 6 sticks. 3 are yellowish and 3 are red. But the saffron is only 3. Which one? The red one. The yellow one is not saffron. The petal, this is not saffron. Only these 3 petals are saffron. The red one. And I'm gonna show you how it looks like these red petals. This is a saffron. These are these 3 petals. And you are going to many places in Kashmir, just like Srinagar, Dal Lake, and you are going just on the way Pahalgam. Many people selling the saffron, but they are selling the duplicate. Yeah, there are lots of duplicates. They are selling the duplicate. What is the duplicate saffron? They are making the artificial grass. They are making the plastic. They are making the corn grass and bleach the grass and making the duplicate saffron. How we can check the saffron is original whether duplicate? First indication is take it to smell and tell me what about smelling. What is the smell, ma'am, inside? Any perfume smell, any it contains smell, but like some kind of tea, just like a spice. Little bit bitter. It does not contain the smell that is perfume or essence. The smell tag है मैम. स्पाइस जो रहते हैं ना तेज मसाले उनमें स्मेल आती है वैसे. The second purity is take 2 petals of this saffron and chew it in front of your teeth. You will get a bitter taste, right? You will get a bitter taste. If it gives a sweet taste, that means a duplicate. Duplicate, yeah. Chew it. You have to chew it. Nothing? Here. Just you have to chew it in front of your teeth. the color okay? നല്ല കളറാ. കഴിക്കുന്ന കൈപ്പ് Ma'am, just you chew it. इसको भी एक ज्यादा रखना चाहिए. color okay? color different है. Any taste, ma'am? അതെല്ലാം പറഞ്ഞത് എന്താ കൈരാണ്. Nothing. Just you chew it. You are swallowing. There's bitter taste. There's bitter taste. അതുപോലെ Yeah. A little bit When we bitter. bite, right?
when you buy it, just you are swallowing it, that there is no taste. If it contains a sweet taste, that means a duplicate. It is tasty little bit better. About the color, like there'll be more. There will be yellowish color. This is a mixture of two colors. One is orange and second one is yellow. That's a mixture of that is called the kesari color. The saffron color, that is kesari color, yellowish color, and it is structure is just like a snack, and shape. Just Yeah, you see one the side pattern, will be the head of a snack is a just little like, bit dry. and the tail is thin. Thin. Yeah. All petals are same. This is the structure of snack. And when we put in a 1 glass of water or a 1 glass of milk, just in any kind of liquid, it floats. The saffron floats. The original saffron floats. If it dissolves, that means a duplicate. And it left is the yellowish color, but just not 1 minute or 2 minutes, just after 5 minutes. Like 5 grams. And the cost of 1 gram is 300 rupees. Okay. This is 5 grams, 1500. This is 10 grams, 3000. And this is 20 grams, 6000. This is the first gold of this place, that is called the red gold saffron. We have one more gold that is called a black. What is black gold? Do you hear the name of Shilaji? No. No. This is called Shilaji. Second gold. Actually, what is Shilajit? Shilajit is two words, Shila and Jit. Shila means mountains, rocks, and Jit means sweat. This sweat of rocks, lava of rocks, and the raw form of Shilajit is just looking like that. This is a raw form of Shilajit. This is kahwa. This is saffron tea. This is the raw form of Shilajit. Shilajit. It is good for if you have a joint pain, back pain, knee pain, or a diabetic patient, or you have to weight loss, and women's muscle cramps, mood swings, or increasing testosterone hormones. And it is good for immunity boosting. Just you have to take 1 pea-sized portion of this paste and put in a 1 glass of milk or a one glass of this is semi-solid paste. So You can touch. It is little bit bitter, just like saffron. smell undo. Just you have to take 1 pea-sized portion of that paste and put in a 1 glass of milk or a 1 glass of water. Just drink that water. If you take for diabetes, if you take for cholesterol, if you take for weight loss, then you have to take it early morning and pretty strong with water. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ സാഫ്രോൺസും പിന്നെ കുറച്ച് നട്ട്സും കാര്യമൊക്കെ എടുത്തു കേട്ടോ. പിന്നെ പറഞ്ഞ കവ അതിൻ്റെതും പിന്നെ അതിൻ്റെ മേലെ ഇടുന്ന ഈ നട്ട്സ് പൗഡർ, അപ്പോൾ അതൊക്കെ സാധനങ്ങൾ എടുത്തു. ഇറ്റ് വാസ് വെരി ഗുഡ്. അവിടുത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് സാഫ്രോൺ ക്രീം. പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങൾ കണ്ട് പിന്നെ ക്രീമിലേക്ക് ഓഫ് കോഴ്സ് അത് പോവുമല്ലോ, എവിടെ പോയാലും ഒരു മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ക്രീംസും പിന്നെ സാഫ്രോണിൽ ലിപ് ബാം, അപ്പം അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു. 2 പേരും ഒരുപോലെ ബദാം അതുപോലെ വാൾനട്ട്സ് അങ്ങനെയൊക്കെ ഓരോരോ പാക്കറ്റ്സ് എടുത്തു. പിന്നെ ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ ഒരു മസാല. ഇറ്റ്സ് എ ജാഫ്രാനി തിക്ക മസാല. നമ്മൾക്ക് ചിക്കനിലും അതുപോലെ കറിയിലൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഒരു മസാല ടൈപ്പാണ്. അപ്പോൾ അതും ഞങ്ങൾ വാങ്ങി. ഇനിയും അവിടെ നിന്ന് അധികം വാങ്ങും എന്നതുകൊണ്ട് ഭർത്താക്കന്മാർ പെട്ടെന്ന് തന്നെ ഇറക്കി നമ്മൾ യാത്ര പെഹൽഗമിലേക്ക് തുടർന്നു. ഇനി അങ്ങോട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് പെഹൽഗമിൻ്റെ മനോഹരമായ മഞ്ഞുകുന്നും തണുത്ത വായുവും അതുപോലെ പൈൻ മരങ്ങളുമാണ്. ഞങ്ങളെ നാട്ടിലെ വയലുകൾ പോലത്തെ സ്ഥലം കണ്ടോ, ഇത് മുഴുവൻ മഞ്ഞിൽ മൂടിക്കിടക്കായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ ഇത് കാണാൻ വേണ്ടി. ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് കംപ്ലീറ്റ് സ്നോ മൗണ്ടെയ്ൻസ് ആണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള പൈൻ ട്രീസും സ്നോവും കവേർഡായ വഴിയിലൂടെയായിരുന്നു യാത്ര. നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടി. കണ്ണടക്കാതെ ഞങ്ങളിങ്ങനെ അവിടെ എത്തുന്നത് വരെ ഓരോ കാഴ്ചകളും ആസ്വദിച്ച് പോവായിരുന്നു. ഈ ഒരു വ്യൂ തന്നെ കണ്ടാൽ മതി അല്ലേ, എന്ത് രസമല്ലേ. ദൂരം കാണുന്ന ആ മഞ്ഞുമലകളും പിന്നെ കംപ്ലീറ്റ് സ്നോ കവേർഡായ പൈൻ ട്രീസും പിന്നെ പോകുന്ന വഴി തന്നെ നോക്കും നല്ല നാരോ റോഡാണ്, 2 സൈഡിലും കവേർഡായി കിടക്കുന്ന ട്രീസും സ്നോയിലും. അപ്പം ഇത് കണ്ട് ആസ്വദിച്ച് പോകാൻ തന്നെ ഭയങ്കര രസമായിരുന്നു.
സത്യം പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പോവാത്തവരൊന്നും സങ്കടം വേണ്ട. നമ്മൾ ഇന്ത്യൻ രാജ്യത്ത് ഈ ജമ്മു കാശ്മീർ കണ്ടാൽ മതി. ആ റിവർ തന്നെ നോക്ക്, നല്ല ക്ലിസ്റ്റർ ക്ലിയർ വാട്ടേഴ്സും നല്ല മനോഹരമായിരുന്നു ആ കാഴ്ചകളൊക്കെ. അപ്പം ഞങ്ങളിങ്ങനെ പരസ്പരം പറയുമായിരുന്നു കാറിൽ, ഇപ്പം ഈ വഴി തന്നെ ഇങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷൻ അതെന്തായിരിക്കും, അവിടെ എന്തായിരിക്കും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഒന്നും അറിയില്ല. ബട്ട് വി ആർ ഷുവർ ദാറ്റ് സംതിങ് യൂണിക് ഈസ് വെയിറ്റിംഗ് ഫോർ അസ്. അങ്ങനെ ഞങ്ങൾ ഡ്രൈവർ ഒരു പോയിന്റിലെത്തിയപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇനി അങ്ങോട്ട് കാറ് പോവില്ല, ദ ഓൺലി വേ ടു റീച്ച് ഈസ് ഹോഴ്സ് റൈഡിങ്. അയ്യോ, ആകെ പേടിച്ചു. എങ്ങനെ ഇപ്പോൾ ഹോഴ്സ് റൈഡ് ചെയ്യുക, അത് മഞ്ഞും മലകളുടെ മുകളിലെത്തണം. എന്തിനാ? മിനി സ്വിറ്റ്സർലാൻഡ് കാണാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. അങ്ങനെ അറ്റ് ലാസ്റ്റ് കുറച്ച് ധൈര്യം കൈവരിച്ച് ഞങ്ങൾ എല്ലാവരും ഓരോ ഹോഴ്സിൻ്റെ മുകളിലും കയറിയിരുന്നു. Now here starts the most thrilling and funny experience of horse riding in Kashmir, Pahalgam. ഇതൊക്കെ ആദ്യത്തെ ഒരു ആവേശം മാത്രമായിരുന്നു. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ കണ്ടറിഞ്ഞോളൂ. നന്നായി ബാർഗെയിൻ ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഇവിടെ നല്ലോണം ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു എമൗണ്ട് ആക്കി തരും. ഇതൊരു സീസൺ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം കുറച്ച് റേറ്റ് ഹോഴ്സ് റൈഡിങ്ങിന് ഇവിടെ ഉണ്ട്. പക്ഷേ ഇതല്ലാതെ വേറെ വഴി നമുക്കില്ല. മിനി സ്വിറ്റ്സർലാൻഡ് കാണണം എന്നുണ്ടെങ്കിൽ ഇത് പോയേ മതിയാവും. ഇത് വളരെ റിസ്ക്കിയുമാണ്, അതേപോലെ തന്നെ നല്ല ത്രില്ലിങ് എക്സ്പീരിയൻസും കൂടിയാണ്. അപ്പം മസ്റ്റായിട്ടും ഇത് എൻജോയ് ചെയ്യേണ്ടത് തന്നെയാണ്. ഹായ് ഗായ്സ്, പെഹൽഗമിലെ മഞ്ഞുമൂടിയ പാതകളിലൂടെ ഒരു കുതിരയാത്ര അത്ര സാധാരണമായ അനുഭവമല്ല. ആദ്യം എളുപ്പമെന്ന് തോന്നിയ ഈ യാത്ര പിന്നീടാണ് ശരിക്കും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്. ലൈഫിൽ ഞങ്ങൾ എവിടെ കുതിര സവാരി ചെയ്താലും ഇത് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ഇത് എന്തായാലും കാശ്മീരിൽ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും പോകണം. അവിടെ നിന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ചില സമയത്ത് കുതിരമെന്ന് വീഴാം, കുതിര കുറച്ച് റിസ്ക്കിയാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ ഒരു നിമിഷം ഞങ്ങളൊന്ന് പിൻവലിഞ്ഞു. കാരണം പോവേണ്ട, ചെറിയ മക്കളൊക്കെ ഉള്ളതല്ലേ വിചാരിച്ച്. പക്ഷേ ഞങ്ങളെ ഡ്രൈവർ പറഞ്ഞു, ഇവിടം വരെ വന്നിട്ട് നിങ്ങൾ മിനി സ്വിറ്റ്സർലാൻഡും ഈ കുതിരയാത്രയും ചെയ്തിട്ടില്ല, അത് നിങ്ങളെ ലൈഫിൽ ഏറ്റവും വലിയ നഷ്ടമാണ്. നിങ്ങൾ എന്തായാലും തിരിച്ച് ഞങ്ങൾ കാറിൻ്റെ അടുക്ക പോയാൽ ഞങ്ങൾ തിരിച്ച് പിന്നെയും കുതിരൻ്റെ അവരുടെ അടുത്തേക്ക് പോയിട്ട് സംസാരിച്ചു, ബാർഗെയിൻ ചെയ്തു, ഞങ്ങൾ യാത്ര തുടങ്ങിയതാണ്. അപ്പം ഒരു ഡൗട്ടും വേണ്ട, അവിടെ എത്തിയിട്ട് തിരിച്ചു പോകരുത്. ഉറപ്പായും നിങ്ങൾ ആ മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് പോവുക തന്നെ വേണം. പല സമയത്തും മനസ്സിൽ ചില്ലറ ഭയം പിടിച്ചിരുന്നെങ്കിലും ഞാനതൊരു നിമിഷം പോലും എൻ്റെ മുഖത്ത് കാണിച്ചിട്ടില്ല. ഞാനിങ്ങനെ ചിരിച്ച് വീഡിയോ ഒക്കെ എടുത്ത് പോകായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ നല്ല ഭയം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ കൊണ്ടുപോകുന്ന ആൾക്കാരെ ശരിക്കും സമ്മതിക്കണ്ടേ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ജോബാണ്. പക്ഷെ എന്നാലും ഇത്രയും റിസ്ക്കി ആയിട്ട് അവരെ കൊണ്ടുപോകുന്ന എത്രയോ പ്രാവശ്യം എൻ്റെ കുതിരക്കാരൻ എന്നെ വീണിട്ടുണ്ടായിരുന്നു സ്ലിപ്പായിട്ട്. അവരെത്ര നല്ല ഗ്രിപ്പുള്ള ഷൂട്ടാലും അവർ നന്നായിട്ട് സ്ലിപ്പായി വീഴുന്നുണ്ട്. അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കല്ലും മഞ്ഞും നിറഞ്ഞ സ്ലിപ്പറി ആയ ഒരു നാരോ വേ. നമ്മൾ കെയർഫുള്ളായിട്ട് ഒരു കാര്യമില്ല, നമ്മളെ കുതിര തന്നെ കെയർഫുൾ ആവണം. पकड़ो भैया, तेरा भैया तेरे साथ है। कौन है तेरे साथ? कौन? കൊണ്ടുവന്ന ആൾക്കാരെന്നെ വീണടി. എൻ്റെ കുതിരക്കാരനാണെങ്കിൽ ഇടയ്ക്ക് ഹിന്ദിയിൽ ഒരു വല്ലാത്ത ഡയലോഗും തെര ഭയ്യ തെര സാത്തേ എന്ന് പറയട്ടു. ഒരു കാര്യമില്ല, കുതിരക്ക് തോന്നുന്ന വഴിയിലൂടെ ഇടക്കിടക്ക് പോകുന്നത്. അത് കാണുമ്പോഴേ ശരിക്കും പേടിയാവുന്നത്. എൻ്റെ മോനെ ഇവിടെ നിന്നൊക്കെ വീണാലുള്ള അവസ്ഥ ആലോചിച്ചൊക്കെ എനിക്ക് ചിന്തിക്കാൻ വരെ വയ്യ. ഇങ്ങനെ ഞങ്ങളെ ശ്വാസം പിടിച്ചിരുന്നിട്ടാണ് ഞങ്ങൾ മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് അങ്ങനെ യാത്ര പോയത്. ഞങ്ങളെ മുന്നിലാണെങ്കിൽ കുറേ പേര് കുതിരയും ആൾക്കാരൊക്കെ വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അവരും ഇടയ്ക്ക് പോയപ്പം വീണിട്ടുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതൊക്കെ പേട്ടപ്പോൾ ശരിക്കും പേടിച്ചു.
Okay, okay. ഞങ്ങൾ ഇന്നത്തെ ഡ്രസ് കോഡ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടിട്ടായിരുന്നു. ഗൾഫിൽ നിന്നും അതുപോലെ ബോംബെയിൽ നിന്നൊക്കെ ആയിട്ട് ഞങ്ങൾ ഡ്രസ്സ് എടുത്തതാണ്. പണ്ടത്തെ പടമില്ല പട്ടണപ്രവേശം, അതിലത്തെ വിജയനും ദാസിനും ഇട്ട പോലത്തെ ഒരു ലുക്കായിരുന്നു ഇന്നത്തെ. അപ്പം അങ്ങനെ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും ഞങ്ങൾ മാക്സിമം മാച്ച് ആക്കിയിട്ടൊക്കെ ഇടാൻ ഈ ട്രിപ്പിൽ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ ഡ്രൈവറിന് ഭയങ്കര ആകാംക്ഷ കേട്ടോ, നമ്മൾ ഓരോ ദിവസം ഡ്രസ് കോഡ് കാണാൻ. അവൾ ഓരോ ദിവസം കഴിയുമ്പോഴും ചോദിക്കും, നാളെ ഇനി എന്താ ഡ്രസ് കോഡ്, നാളെ ഇനി ഏതാ കളറ്, അങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു ഞങ്ങളോട്. ഓരോ സംഭവത്തിന് അതിൻ്റെ രസമുണ്ട്. ഇങ്ങോട്ട് വന്നിട്ട് Nice. Nice. लगाम हाथ लगाम 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 और दियो भी नहीं हां नहीं उधर खड़ा नहीं इसको घोड़े को दूसरा ध्यान देखो അയ്യോ അയ്യോ, എത്തിയിട്ടും എത്തുന്നില്ല, അതായിരുന്നു അവസ്ഥ. പക്ഷേ നല്ല ഭംഗിയായിരുന്നു ഇങ്ങനെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് കുതിരയാത്ര. ഉള്ളിലൊരു ഭയമുണ്ടെങ്കിലും ശരിക്കും എൻജോയ് ചെയ്തു. നല്ല വ്യൂ ആയിരുന്നു, എന്താ പറയുക, ഫുള്ള് മഞ്ഞിൻ മുകളിലൂടെ ഒരു കുതിരയാത്ര. അപ്പം ശരിക്കും അത് എൻജോയ് ചെയ്തിട്ട് തന്നെയായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടായത്. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കുതിരയാത്രയ്ക്ക് ശേഷമാണ് ഞങ്ങൾ മേലെ മിനി സ്വിറ്റ്സർലാൻഡിലെത്തുന്നത്. ആ വഴിയൊക്കെ നോക്കറ, ഫുള്ള് മഞ്ഞാണ്, കംപ്ലീറ്റ്ലി മഞ്ഞ്. മുകളിലേക്ക് എത്തുമ്പോൾ കുറച്ചൊരു സ്നോഫോളും കാര്യമൊക്കെ ചെറുങ്ങനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ശ്വാസം എടുക്കുന്നതിനും ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു, കാരണം എക്സ്ട്രീം തണുപ്പായിരുന്നു. മേലെത്തിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു, നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും തണുപ്പ്. അപ്പോൾ പെട്ടെന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങാം എന്നൊരിതായിരുന്നു. ഇങ്ങോട്ടേക്ക് ടൂറിസ്റ്റുകൾ കൊണ്ടുവന്ന ഓരോ കുതിരകളും കുതിരക്കാരനും ഒക്കെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിലേക്കാണ്, ആ ഗേറ്റിൻ്റെ ഉള്ളിലൂടെയാണ് ഞങ്ങൾ ടൂറിസ്റ്റുകൾ കയറിയിട്ട് ഫോട്ടോസും കാര്യമൊക്കെ അവിടെ എടുക്കേണ്ടത്. അതുപോലെ കുറച്ച് ആക്ടിവിറ്റീസും, കുറച്ച് സ്നോ ആക്ടിവിറ്റീസ്, അതുപോലെ അവർ ട്രഡീഷണൽ കാശ്മീരി ഡ്രസ്സ് ഇടുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. So here's our mini Switzerland, which is very famous for the breathtaking landscape and the Cape peaks, which are very similar to the beauty of the original Switzerland. കയ്യിൽ തടുത്തു ആ ഓക്കേ ആ മതി ഒരു ഫോട്ടോ പോസ്റ്റിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു ദമ്പതികളെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നെക്സ്റ്റ് ഞങ്ങൾ കാശ്മീരി ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ്റെ പ്ലാൻ ആട്ടോ. അപ്പം ഞങ്ങളെ കലാപരിപാടികൾ ഇവിടെ തുടങ്ങുന്നു. ഈ കാണുന്ന ചെറിയേ ഉള്ളൂ, തണുപ്പ് സഹിച്ച് പിടിച്ചിട്ടാണ് ഒരു ഫോട്ടോക്കും വീഡിയോക്കും കഷ്ടപ്പെട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത ആളിപ്പം വരും കേട്ടോ. കയ്യിൽ കുറച്ച് സ്നോ ഒക്കെ പെറുക്കി പിടിച്ചിട്ടുണ്ട്, ഇതെറിയേണ്ട ഉദ്ദേശമാണെന്ന് തോന്നുന്നു. ഇതാണ് ഇവളെ പോസ്. സോ ഇതാണ് കാശ്മീരി ട്രഡീഷണൽ ഡ്രസ്സ്, കുറച്ച് ലോങ് ലൂസ് ഡ്രസ്സാണ് വരുന്നത്. ആൻഡ് ഫാബ്രിക് അവർക്ക് കുറച്ച് തണുപ്പിന് വാമായിട്ട് കിടക്കാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് വരുന്നത്. കുറച്ച് ആക്സസറീസും കാര്യമൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. ഇറ്റ് വാസ് സോ ഗുഡ്. ഞങ്ങൾ സിംഗിൾ കഴിഞ്ഞ ശേഷം കുറച്ച് കപ്പിൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു. നമ്മളെ ക്യാമറക്കാരൻ പിന്നെ ഫിലിം ഷൂട്ടൊക്കെ എടുക്കുന്ന പോലെയായിരുന്നു. ആക്ഷനൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് കുറച്ച് പോസും അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു സ്നോമാനൊക്കെ ഉണ്ടാക്കി, മക്കൾ കുറേ നേരം അതിനോട് കളിച്ചു. പിന്നെ അവിടെ നല്ല ഹോട്ട് ടീ കോഫിയൊക്കെ കിട്ടും, അങ്ങനെ അതൊക്കെ കുടിച്ച് കുറച്ച് തണുപ്പത് ചില്ലാക്കി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഒരു മനസ്സമാധാനത്തിൽ അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ കുതിരക്കാരൻ്റെ വിളി വരുന്നത്, വാ തിരിച്ചു പോവണ്ടേ. അത് കേൾക്കളും പിന്നെയും നെഞ്ഞടിച്ചു. ഇനിയും ആ കുതിരപ്പുറത്ത് അടുത്ത യാത്ര തുടങ്ങുന്നു തായിലേക്ക്. ഇടാറില്ല വരെ എൻ്റെ അടുത്തെടുക്കാം. വിൻ്റർ ആണെങ്കിലും സമ്മർ ആണെങ്കിലും ഒരുപോലെ സുന്ദരിയാട്ടോ ഈ പെഹൽഗം. അപ്പം മസ്റ്റ് വിസിറ്റ് ആണ് പെഹൽഗം. ഇവിടെ ഒരുപാട് വാലീസ് ഉണ്ട് കേട്ടോ. ബെഹ്താബ് വാലി, ബൈസ്രം വാലി, അറു വാലി. ഒരുപാട് ഫിലിം ഷൂട്ടിങ്സും കാര്യങ്ങളൊക്കെ ഈ സ്ഥലത്താണ് ഉണ്ടാവാറ്. കാരണം അത്രയും മനോഹരമാണ് ഈ ലൊക്കേഷൻ വരുന്നത്. അടിപൊളിയാ.
കുതിരയല്ലേ? फ्राजू इकडे ഹായ് പ്രശ്നമില്ല, തണുപ്പ് പോയി. നോക്കിയേ, വാവ്. അങ്ങനെ തിരിച്ച് ഏകദേശം 1 മണിക്കൂർ യാത്ര താഴിലേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ സ്ഥലം എത്താനായി. അപ്പോൾ എനിക്ക് ഈ ഒരു പെഹൽഗം വ്ളോഗിലൂടെ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, മസ്റ്റായിട്ടും ലൈഫിൽ കാശ്മീർ ട്രിപ്പ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഈ മനോഹരമായ പെഹൽഗം, ഈ ഹോഴ്സ് റൈഡിങ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. അതൊക്കെ ലൈഫിലൊരു ഒന്നൊന്നൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം ഒരിക്കലും വിചാരിക്കുന്നില്ലല്ലോ നമ്മളൊരു മഞ്ഞുമല ഹോഴ്സ് റൈഡിൽ കയറാമെന്നൊക്കെ. സാധാരണ വേറെ നോർമൽ ഹോഴ്സ് റൈഡ് ചെയ്യുന്നതല്ലാതെ നമ്മൾ മഞ്ഞുമല കയറാന്ന് വെച്ചാൽ ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് റിസ്കി, അതുപോലെ തന്നെ അത്ര ത്രില്ലിങ് എക്സ്പീരിയൻസും കൂടിയാണ്. അപ്പം വൺസ് ഇൻ ലൈഫ് ടൈം പ്ലീസ് ഡു വിസിറ്റ് കാശ്മീർ, പെഹൽഗം ആൻഡ് ദിസ് ഹോഴ്സ് റൈഡ്. അങ്ങനെ തിരിച്ച് താഴെ എത്തി കാറിൽ കയറി നമ്മൾ ഹോട്ടലിലേക്ക് സ്ട്രെയിറ്റ് പോയി. അറൗണ്ട് 7 to 8 o'clock ആകുമ്പോഴാണ് നമ്മൾ ഹോട്ടലെത്തിയത്. അങ്ങനെ പെട്ടെന്ന് കുളിച്ച് ഫ്രഷായി ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയി. ഫസ്റ്റ് തന്നെ ഞങ്ങൾ നോക്കുന്നത് ഡെസേർട്ട് എന്താണെന്ന്. അപ്പോൾ അന്ന് ഉണ്ടായത് സേമിയായിരുന്നു, കാശ്മീരി സേമിയ. ആൻഡ് ഇറ്റ് വാസ് സോ യമ്മി. കുറച്ച് സാഫ്രോൺസൊക്കെ മേലെ ഇട്ട് നമ്മളെ നാടത്തേക്കാൾ എൻറ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു അവിടുത്തെ സേമിയൻ്റെ. So that's it. Thank you all for watching my vlog. I hope you all enjoyed it and stay tuned for Kashmir last vlog day 4.